ക്രെഡിറ്റ് കാർഡ് എടുത്ത് പലരും പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഓരോ ക്രെഡിറ്റ് കാർഡിലും മിനിമം പേയ്മെന്റ് എമൗണ്ട് എന്നൊരു ട്രാപ്പ് ഉണ്ട്. ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ടാണ് മിക്ക യൂസേഴ്സും ഒരു കടക്കാരായി മാറുന്നത്. എന്താണ് ഈ മിനിമം എമൗണ്ട് ട്രാപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ക്രെഡിറ്റ് കാർഡിന്റെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒരു മിനിമം എമൗണ്ട് മാത്രം അടച്ചാൽ മതി എന്ന് നിങ്ങൾ കാണാറുണ്ടല്ലോ. പലർക്കും അതൊരു വലിയ റിലീഫായി തോന്നും. ഒരു ഉദാഹരണമായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന് ഒരു 50,000 രൂപ ബില്ല് വന്നു എന്ന് വെക്കുക. ഒരു മിനിമം പേയ്മെന്റ് ആയിട്ട് ബാങ്ക് അവിടെ കാണിക്കുന്നത് വെറും 2,500 രൂപ മാത്രമായിരിക്കും. നിങ്ങൾ ആ 2,500 രൂപ അടച്ചു, ആ കാർഡ് ആക്റ്റീവായിട്ടും കാർഡിന്റെ ഫൈനും ഒഴിവാക്കി മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന റിയൽ പ്രോബ്ലം എന്താ നിങ്ങൾക്കറിയോ? ബാക്കി വരുന്ന 47,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണ്. അങ്ങനെ നിങ്ങൾ എല്ലാ മാസവും മിനിമം എമൗണ്ട് മാത്രം അടച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കടബാധ്യത കൂടി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മിനിമം പേയ്മെന്റ് അടച്ചു പോകുന്നത് നിങ്ങളെ ഒരു ഡിഫോൾട്ട് ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തും. പക്ഷേ നിങ്ങളൊരു വലിയ കടക്കണിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഞാനൊരു സിമ്പിൾ റൂൾ പറഞ്ഞു തരാം. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ഫുൾ ബില്ല് പേ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റ്സിനും ഡിസ്കൗണ്ടിനും വേണ്ടി മാത്രം നിങ്ങൾ വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾ ഫുൾ പേയ്മെന്റ് ആണോ മിനിമം പേയ്മെന്റ് ആണോ ചെയ്യുന്നതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം.